അടുക്കള സാധനങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ് പോയി നമ്മൾ എന്ത് ചെയ്യുന്നത്? ഉള്ളതൊക്കെ പൊക്കിയെടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാനങ്ങ് നോക്കും. അങ്ങനെ 2 ചക്കക്കുരുവൊക്കെ പൊക്കിയെടുത്ത് അമ്മ രാവിലെ അവിയൽ വെക്കാൻ പോയി കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് റോളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കട്ടനൊക്കെ പൊക്കിയെടുത്ത് ഞാൻ നേരെ എസ്റ്റേറ്റിലേക്ക് അങ്ങ് വിട്ടു. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എൻ്റെ കുറച്ച് കുട്ടി കൃഷിയാണേ. അപ്പോൾ എൻ്റെ വാഴയിലൊരു കുഞ്ഞി കായൊക്കെ ഉണ്ടായിട്ട് മൂപ്പൊന്നും എത്തിയിട്ടില്ല. മൂപ്പെത്തിയ ഉടനെ മുറിച്ചെടുക്കണം. പിന്നെ നമ്മുടെ ചീനിയാണ്, ഇത്രയൊക്കെ ആയിട്ടുണ്ട്. ചീനിക്ക് കൊത്തിയൊക്കെ ഇട്ടേക്കാണ്. എൻ്റെ പാവൽ കൂട്ടന്മാരിൽ കുറച്ച് പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി കായ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. 2 കായൊക്കെ തന്നു കേട്ടോ. എൻ്റെ ഓമയ്ക്ക് 2 കായൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് മൂപ്പത്തിയ ഉടനെ മുറിച്ചെടുക്കണം. ചീനി മുറിച്ചെടുത്തു, ബാക്കി കിളിച്ച് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വെണ്ടയാണ്, കറി വെക്കാൻ വേണ്ടി മേടിച്ചിട്ടുണ്ടെന്ന് ഇഞ്ചിയാണ് കേട്ടോ. അത് പാവി കിളിപ്പിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ആകെയുള്ള കോളിഫ്ലവറാണിത്. പിന്നെ എൻ്റെ പാവി കിളിപ്പിച്ച നമ്മുടെ കപ്പലണ്ടിയാണ്, തൊടു കപ്പലണ്ടി മേടിച്ച വകയിൽ ഞാൻ പാവി കിളിപ്പിച്ചതാണ്. എൻ്റെ വഴുതനങ്ങയുടെ പൂവെല്ലാം പൊഴിഞ്ഞുണ്ട് കേട്ടോ. എൻ്റെ വെണ്ട നല്ല അടിപൊളിയായിട്ട് കായ്ക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് അമ്മ ചോറൊക്കെ വിളമ്പി വെച്ച്, കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അമ്മ അങ്ങനെ വിളമ്പി വെച്ചു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കഴിക്കാൻ പോകുന്നത് നമ്മുടെ ചൂട് കഞ്ഞി അവിയലാണ്. അപ്പോൾ രാവിലെ നടന്ന ക്ഷീണിച്ചൊക്കെ ഇല്ലേ, കഞ്ഞി കുടിച്ച് ക്ഷീണമൊക്കെ മാറ്റാം കേട്ടോ. അങ്ങനെ ക്ഷീണമൊക്കെ മാറ്റി കുളിച്ച് റെഡിയായി നമ്മൾ പോവാണ് ഉദ്യോഗത്തിനായിട്ട്. ടാറ്റാ ബൈ ബൈ, സീ യു.